ഞാൻ പറയുമ്പോഴും എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും, എനിക്ക് അറിയാം. ഞാൻ ഒരു ബോറിംഗ് രീതിയിലാണ് ഈ പ്രസന്റേഷൻ ചെയ്യുന്നത്. കാരണം ഞാനൊരു ടീച്ചിങ് സ്കില്ലുള്ള ഒരാളല്ല, പ്രസന്റേഷൻ സ്കില്ലുള്ള ഒരാളല്ല. ഇനി അത് പക്ഷെ എനിക്ക് രണ്ട്, ഞാൻ ഈ സൈലം ലേണിംഗിന്റെ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ ലീഡ് എന്ന പൊസിഷനിൽ ഇപ്പൊ നിൽക്കുന്ന ഷാദ്, പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം പുള്ളി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്ക് 22 വയസ്സുള്ളൂ ഇപ്പം. അതിൽ നിന്ന് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ത്രൂ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിലെ നമുക്ക് മണി ഏൺ ചെയ്യാനുള്ള ഒരു സ്കില്ല് പുള്ളിയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഫാമിലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ചെറുപ്പത്തിൽ തന്നെ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് വല്ലാണ്ട് എന്തോ സ്ട്രൈക്കായി, എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഒരു നല്ല ഒരു ഇപ്പൊ എന്റെ അനിയനായാലും അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ മക്കളായാലും ഒരു കാര്യം നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്രിസിയേഷൻ ആയിട്ട് കൊടുക്കുന്ന എന്താ, ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒരു പ്രൊവൈഡ് കൊടുക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്നത് എന്താ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മളിപ്പം ഒരു കാര്യം ചെയ്തു, അതിന് മണി, ആ മണിയുടെ വാല്യൂ, ഇന്നത്തെ കാലത്ത് മണിയേക്കാൾ ഇമ്പോർട്ടൻറ്റ് മറ്റേ സ്നേഹത്തിനാണ്, ബന്ധത്തിനാണ്, പൈസയേക്കാൾ വലുത് ഒന്നും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. മണി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടെന്ന് വെച്ചില്ലാലും മണി ഇല്ലെങ്കിൽ കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ അപ്പൊ അത് അവർക്ക് ചെറുപ്പം മുതലേ കൊടുക്കാൻ പറ്റിയാൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കത് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു ഫ്യൂച്ചറിൽ അവർക്ക് അതിന്റെ ഒരു വാല്യൂ, അത് പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത് ChatGPT ഹിസ്റ്ററീസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാലും